السلام عليكم ورحمة الله وبركاته. إرشاد الطلاب سبق 9. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد. ഫസ്സലാണ് വാല അലിയുൻ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ പറഞ്ഞു, അൽ ആലിമു പണ്ഡിതൻ, അഅ്ലമു അജ്റൻ കുലിയാൽ വണ്ണമായവരാണ് അരേക്കാൾ, പിന്നെ സ്വാഇമിൽ ഖായിമിൽ ഗാസിഫി സബീലില്ലാഹ് അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരും രാത്രി നമസ്കരിക്കുന്നവരും പകൽ നോമ്പ് നിൽക്കുന്നവരെക്കാൾ കൂലിയാൽ വണ്ണമായവരാണ് ഒറ്റ പണ്ഡിതൻ. ആലബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലതി, ഒരു അള്ളാഹുവാണ് സത്യം, ഇങ്ങനത്തെ അള്ളാഹുവാണ് നഫ്സി ബിയദിഹി, എൻ്റെ നഫ്സ് ഏതൊരു അള്ളാഹുവിൻ്റെ കയ്യിലാണോ അങ്ങനത്തെ അള്ളാഹുവാണ് സത്യം. ദേവത്തന്നരിച്ചാലും കുറച്ച് മനുഷ്യന്മാർ പൂതി വെക്കും, ഖുതിലൂ ഫീ സബീലില്ലാഹ് അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ട വധിക്കപ്പെട്ട കുറച്ച് മനുഷ്യന്മാർ പൂതി വെക്കും. എന്തിന്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പുനർജന്മം നൽകി അയക്കരിനവർ പൂതി വെക്കും. ഉലമാ ആലിമീങ്ങളായിട്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ വെട്ടേറ്റുകൊണ്ട് നല്ല ധീരതയോടുകൂടെ മരണപ്പെട്ട ശുഹദാക്കളുണ്ടോ, അവരെന്നെ പൂതി വെക്കുന്നത് എന്താ? ആലിമീങ്ങളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പുനർജന്മം നൽകി അയക്കലിന്. കാരണം എന്തെങ്കിലും മയറൗന, അവർ കാണുന്ന കാരണമായി എന്തിനാൽ മിൻ കറാമാത്തിയും ഉലമാക്കൾക്ക് ആലിമീങ്ങൾ കിട്ടുന്ന ബഹുമതികളാൽ അവർ കണ്ടത് കാരണമായി നാളെ മഅ്ശറ വൻസബിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ആലിമീങ്ങൾക്ക് പ്രത്യേകമായ ശുഹദാക്കളേക്കാൾ കുറച്ച് സ്ഥാനം കൊടുക്കും. ആ ബഹുമാനം കണ്ട് അവർ വിചാരിക്കും, അപ്പേ ഈ ശത്രുക്കളെ വെട്ടേറ്റ് മരിക്കുന്നതിനേക്കാളും ഞങ്ങളെ വീണ്ടും പുനർജന്മം നൽകി അയച്ചിട്ട് ഉലമാക്കൾ ആലിമീങ്ങളായിട്ട് വീണ്ടും ഞങ്ങൾ മരിപ്പിക്കലിനെ അവർ പൂതി വെക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖീഹുൻ വാഹിദുൻ അള്ളാഹുവിടെ സത്യം ഒറ്റ പണ്ഡിതൻ, അശദ്ദു അല ശൈത്വാൻ ശൈത്താൻ്റെ മേൽ കാഠിന്യമാണ് മിൻ അൽഫി ആബിദ്, ഇബാദത്ത് ചെയ്യുന്ന 1000 പേരേക്കാൾ ശൈത്താൻ്റെ മേൽ ഏറ്റവും കാഠിന്യമാരാ ഒറ്റ പണ്ഡിതൻ. ഖീല ശിഅറുൻ ഫഇന്ന ഫഖീഹൻ വാഹിദൻ മുതബത്തിഅ അശദ്ദു അല ശൈത്വാൻ മിൻ അൽഫി ആബിദി. ഫഇന്ന ഫഖീഹൻ വാഹിദൻ തീർച്ചയായും ഒറ്റ പണ്ഡിതൻ, മുതബത്തിഅ സൂക്ഷ്മതയുള്ള കേട്ടോ, നല്ല സൂക്ഷ്മതയോടുകൂടെ ഖറാഅത്ത് മറാം എല്ലാം സൂക്ഷിച്ച് നല്ല തഖ്വയോടുകൂടെ ജീവിക്കുന്ന ഒറ്റ പണ്ഡിതൻ, അശദ്ദു അല ശൈത്വാൻ ശൈത്താൻ്റെ മേലെ കാഠിന്യമായവനാണ്, ഗൗരവമായവനാണ്. പിന്നെ അൽഫി ആബിദ് ഇബാദത്ത് ചെയ്യുന്ന 1000 പേരേക്കാൾ ശൈത്താൻ്റെ മേലെ കാഠിന്യമാരാ സൂക്ഷ്മതയുള്ള ഒറ്റ പണ്ഡിതൻ. ആല മുഹമ്മദ് ബിൻ അലി, ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അലി എന്നവർ പറഞ്ഞു, റകഅത്താനി മിൻ ആലിമിൻ ആലിമിൻ്റെ പക്കൽ നിന്നുള്ള 2 റകഅത്ത് അഫ്ളലു മിൻ 70 റകഅത്തിൻ മിൻ ഗൈരി ആലിമിൻ ആലിമല്ലാത്തവരിൽ നിന്ന് 70 റകഅത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ്, അഫ്ളലാണ് ആലിമിൽ നിന്നുള്ള 2 റകഅത്ത്. ആലിമ് 2 റകഅത്ത് നിസ്കരിച്ചു, ആലിമല്ലാത്തവർ 70 റകഅത്ത് നിസ്കരിച്ചു. ഇവിടെ ആൾക്ക മഹത്വം ആലിമിൻ്റെ 2 റകഅത്ത്. ഖാലബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ മാതൽ ആലിമു ഒരു പണ്ഡിതൻ മരിച്ചാൽ, ആലിമ മരിച്ചാൽ, സവ്വറല്ലാഹു ഇൽമഹു അവൻ്റെ ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കോലം മാറ്റും. ഫി ഖബരിഹി അവൻ്റെ ഖബറിൽ നിന്ന് കോലം മാറ്റും. എങ്ങനെയാണ് കോലം മാറ്റുന്ന ആകൃതി നമുക്ക് മനസ്സിലാവുക? അള്ളാഹിൻ്റെ പ്രത്യേകമായൊരു കോലം മാറ്റല്. എന്നിട്ടോ യൂനിസുഹു ഇല യൗമിൽ ഖിയാമ ഖിയാമത്ത് നാൾ വരെ അവനക്ക് നേരെ ഇൽമം ചെയ്യും, നേരം പോക്കാക്കും. അവനക്ക് ഒരു മടുപ്പുണ്ടാവില്ല. ഖിയാമത്ത് നാൾ വരെ ഒരു കോലം മാറ്റിയിട്ട് ആ നേരം പോക്ക് കൊടുക്കും. വയദറഉ അൻഹു ഇൽമ് അവനെ തൊട്ടും ഹവാമൽ ഭൂമിൻ്റെ 7 ജന്തുക്കളൊക്കെ എന്ത് ചെയ്യും, അവനെ തൊട്ട് അത് തട്ടും. ഭൂമിയിലുള്ള പാമ്പുകളോ സർപ്പങ്ങളോ മറ്റു ജന്തുക്കളൊന്നും അവനക്ക് എന്ത് ചെയ്യില്ല, യേശുവില്ല, ഒക്കെ തട്ടിവിടും. ഖാല ജാബിർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അക്രിമുൽ ഉലമാ ആലിമീങ്ങളെ നിങ്ങൾ ആദരിക്കുക. ഫമൻ ആരെങ്കിലും അക്രമുഹും ആലിമീങ്ങൾ ആദരിച്ചാൽ ഫഖദ് അക്രമല്ലാഹ വ റസൂലഹു അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും ആദരിച്ചതുപോലെയാണെന്ന് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയാം. ഖാല അബൂ സഈദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഒരുത്തൻ അല്ലമ ആയത്തൻ മിൻ കിതാബില്ല അള്ളാഹിൻ്റെ കിതാബിൽ നിന്നൊരു ആയത്തിനെ പഠിപ്പിച്ചാൽ, ഔ ബാബ മിൻ ഇൽമിൽ നിന്നുള്ളൊരു ബാബിനെ പഠിപ്പിച്ചാൽ, അതമ്മല്ലാഹു അജ്റഹു അവൻ്റെ കൂലിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി നൽകും, പൂർണ്ണമായി കൊടുക്കും, പൂർത്തിയാക്കി കൊടുക്കും, പൂർണ്ണമായി കൊടുക്കും. അവൻ്റെ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും കുറക്കില്ല. മറ്റു അമലുകൾ അള്ളാഹു സ്വീകരിച്ചു, പക്ഷേ അതങ്ങനെയല്ല. ഈ 2 കാര്യങ്ങൾ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആയത്തോ അല്ലെങ്കിൽ ബാബ് പഠിപ്പിച്ചു കൊടുത്താൽ അള്ളാഹു പൂർണ്ണമായി കൊടുക്കും. കാലൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ലം യകുനിൽ ഉലമാഉൽ ആമിലൂന അമൽ ചെയ്യുന്ന ആലിമീങ്ങൾ ആയിട്ടില്ലെങ്കിൽ, ഔലിയ അള്ളാഹിൻ്റെ ഔലിയാക്കളായിട്ടില്ലെങ്കിൽ, ലൈസ ലില്ലാഹി വലിയ്യുൻ അള്ളാഹ്ക്ക് വലിയില്ല. അമൽ ചെയ്യുന്ന കർമ്മം ചെയ്യുന്ന
ആലിമീങ്ങൾ അള്ളാൻ്റെ ഔലിയാക്കളായിട്ടുള്ളത് പിന്നെ മറ്റാരാക്കുക വക്കീല ഷെഹറുൻ الجاهلون فماتوا قبل موتهم والعالمون وإن ماتوا فأحياه الجاهلون ജാഹിലീങ്ങൾ അറിവില്ലാത്തവർ ഫമാത്തു കബല മൗതിഹിമി അവർ ഈ ലോകത്തോട് മരണപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ അവർ ചത്തുപോയിരിക്കുന്നു, അവർ മരണപ്പെട്ടു പോയിരിക്കുന്നു. എന്നാൽ വല്ല ആലിമൂന യഥാർത്ഥ അള്ളാഹിനെ പേടിയുള്ള ആലിമീങ്ങൾ വൈൻ മാത്തു അവർ ലോകത്തോട് പ്രത്യക്ഷമായി മരണപ്പെട്ടാലും വഹിയാഹു അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാമന ഹനഫി റളിയല്ലാഹു അൻഹു, ഇമാമന ഹംബൽ റളിയല്ലാഹു അൻഹു പോലെ ഇമാമന സുയൂത്തി റളിയല്ലാഹു അൻഹു, അങ്ങനെ എത്ര ഇമാമിങ്ങൾ അവരൊക്കെ പോയി അവരുടെ ഖബറിലേക്കും യാസീനും അതുപോലെ തന്നെ ഫാത്തിഹകൾ എത്ര നമ്മൾ ഹദീ ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ലോകവിജയികൾ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.